കായ് പിടിച്ച ഒരു തണ്ട് കട്ട് ചെയ്യും. നാം തണ്ട് കട്ട് ചെയ്ത അറ്റമായിരിക്കണം തറയിൽ കുത്തേണ്ടത്. ആ ഭാഗം നമുക്ക് പോയിന്റ് ചെയ്യാം. ഇവ ഇനി നമുക്ക് ഒരടി നീളമുള്ള പീസുകളാണ്. ഈ മറ്റേ അറ്റം നമ്മൾ മണ്ണിൽ നട്ടാൽ ഒരിക്കലും ഈ തണ്ട് കിളിക്കത്തില്ല. തണ്ട് നടേണ്ട അഗ്രം നമ്മൾ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തണ്ടുകളെ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് ലായനിയിൽ മുക്കണം. നമുക്ക് സാഫ് ലായനിയിൽ ഇവ മുക്കിയെടുക്കും. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ സാഫ് മിക്സ് ചെയ്ത ലായനിയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രാഗൺ തൈ പൂർണ്ണമായും ഒന്ന് മുക്കിയെടുക്കണം. അടുത്തതായി ചെയ്യേണ്ടത് ഈ തണ്ട് നടുന്ന അഗ്രത്ത് ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ തേച്ച് വെക്കണം. ഇവിടെ കറ്റാർ വാഴയുടെ തണ്ടാണ്. ഇത് ഏറ്റവും നല്ല ഒരു റൂട്ടിംഗ് ഹോർമോണാണ്. ഇത് ഇതുപോലെ അങ്ങ് കുത്തി വെച്ചിരുന്നാൽ മതിയാവും. കറ്റാർ വാഴ വീട്ടിലില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു റൂട്ടെക്സ്, ആപ്ടെക്കിൻ്റെയോ ഏതെങ്കിലും നല്ല കമ്പനിയുടെ റൂട്ടെക്സ് വാങ്ങി കുഴച്ച് ഈ നടുന്ന ഭാഗത്ത് മാത്രം തേക്കുക. അടുത്തതായി ഈ തണ്ടുകളിൽ ജലാംശമുണ്ട്. ഈ ജലാംശം കുറയ്ക്കുന്നതിനായി മഴയും ഡയറക്റ്റ് സൂര്യപ്രകാശവും ഏൽക്കാത്ത ഷെയ്ഡുള്ള സ്ഥലത്ത്, കാർ പോർച്ച് പോലുള്ള സ്ഥലങ്ങളിൽ 4-5 ദിവസം ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാം. 4-5 ദിവസങ്ങൾ കഴിഞ്ഞ് തണ്ടിലെ ജലാംശം കുറയുമ്പോൾ മണ്ണ് നന്നായി ഇളക്കി പണ കോരി ആവശ്യത്തിന് കമ്പോസ്റ്റുകൾ, ചാരം, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, 1 നുള്ളു കുമ്മായം ഇവ ചേർത്ത് മിക്സ് ചെയ്ത് 3 സെൻറ്റിമീറ്റർ ആഴത്തിൽ തണ്ട് തറയിൽ നടാം.